ഈ വിശാഖപട്ടണത്ത് കണ്ടെത്തിയ ഈ 13 വയസ്സുകാരിയെ കഴക്കൂട്ടത്തെ അവരുടെ വീട്ടിൽ കൊണ്ടെത്തിക്കും പോലീസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു 4 അംഗ സംഘം വിശാഖപട്ടണത്തിൽ തിരിച്ചു വന്ന് ഈ കഴക്കൂട്ടത്തെ ഈ വീട്ടിന് മുന്നിൽ നിന്ന് വി എ ഗിരീഷ് നമുക്കൊപ്പം ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗിരീഷ് തത്സമയം ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഗിരീഷ്, എന്തായാലും ഒരുപക്ഷേ ഈ കുട്ടി കഴക്കൂട്ടത്തേക്ക് മടങ്ങുന്നു പോലീസിനൊപ്പം എന്നുള്ള വാർത്ത വരുന്ന ഈ നിമിഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. കുട്ടിയെ ഇന്നലെ രാത്രിയോടുകൂടി കണ്ടെത്തി. അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒഴിഞ്ഞു. ഇനി കുട്ടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മാതാപിതാക്കളും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ച് ഇരിക്കുന്നത്. ഇന്നലെ തന്നെ കഴക്കൂട്ടത്ത് നിന്ന് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു സംഘം, ഇതിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളുണ്ട്, 2 അംഗങ്ങൾ ഉൾപ്പെടെ 5 അംഗ സംഘമാണ് വിശാഖപട്ടണത്തേക്ക് തിരിച്ചിരിക്കുന്നത്. അവിടെ എത്തി ഇപ്പോൾ RPFന്റെ കയ്യിലുള്ള കുട്ടിയെ ഇവർ ഏറ്റുവാങ്ങും. ഇതിനുശേഷം അവിടുത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ഇവിടുത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശാഖപട്ടണത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ് ഇത് സംബന്ധിച്ച ഇമെയിൽ അയച്ചിട്ടുള്ളത്. ഏതായാലും രേഖാമൂലം ഈ ആവശ്യപ്പെട്ടത് അനുസരിച്ച് കുട്ടിയെ ഈ സംഘത്തിന് കൈമാറും. ഇതിനുശേഷം അവിടുത്തെ വിശാഖപട്ടണത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് വീട് വിട്ടിറങ്ങിയത്, അതോടൊപ്പം തന്നെ കുട്ടിയെ ട്രെയിനിൽ നിന്ന് കണ്ടുകിട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മജിസ്ട്രേറ്റിനോട് വിശദമായി രേഖപ്പെടുത്തണം. ഇതിനുശേഷം കുട്ടിയുമായി ട്രെയിൻ മാർഗമാണ് ഈ സംഘം കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിയിപ്പ്. ഇത് നാളെ ഉച്ചയോടുകൂടി ഈ സംഘം ഇവിടേക്ക് എത്തും. ഇതിനുശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെയാണ് ഈ കുട്ടിയെ ഹാജരാക്കുക. അവിടെയാണ് കുട്ടിയെ കൈമാറുക. മാതാപിതാക്കളെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം കുട്ടിക്ക് കൌൺസിലിംഗ് നൽകും. കാരണം ഈ 36 മണിക്കൂർ ഒരു വാശിക്ക് വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ് കുട്ടി. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് കൌൺസിലിംഗ് നൽകേണ്ടതുണ്ട്. ഈ 36 മണിക്കൂർ യാത്രയിലെ സമ്മർദ്ദങ്ങൾ കാരണം പലപ്പോഴും ഭക്ഷണം ലഭിച്ചിട്ടില്ല, വെള്ളം കുടിച്ച് മാത്രമാണ് ഈ കുട്ടി അവരുടെ ജീവൻ നിലനിർത്തിയത്. അതോടൊപ്പം ഈ യാത്രകൾക്ക് കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. അതൊക്കെ കുറയ്ക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള കൌൺസിലിംഗ് കുട്ടിക്ക് നൽകണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കും കൌൺസിലിംഗ് നൽകേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കുന്നത്. കാരണം ഈ കുട്ടിയെ ശകാരിക്കുകയും അതോടൊപ്പം തന്നെ അടിക്കുകയും ഒക്കെ ചെയ്തതാണ് കുട്ടി വീട് വിട്ടിറങ്ങാൻ കാരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ, അതോടൊപ്പം തന്നെ അതിനുവേണ്ടി മാതാപിതാക്കൾക്ക് കൌൺസിലിംഗ് നൽകേണ്ടതുണ്ട്. ഇതൊക്കെ പൂർത്തിയായ ശേഷമാകും കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപാട് പ്രേക്ഷകർ അലക്സ് റാം മുഹമ്മദിനെയും ബബിതയും ഒക്കെ അഭിനന്ദിക്കുന്നുണ്ട്. അതിൽ രജനി കീഴാലത്ത് പറയുന്നത് അലക്സ് റാമിനോട് ഇനിയൊന്ന് ഉറങ്ങാൻ പറയും, എത്രയോ മണിക്കൂറായി ഓടി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. രഞ്ജിത്ത് ശിവ പറഞ്ഞു ബബിത ഉടൻ തന്നെ 24ന്റെ ഫ്ലോറിൽ വരും എന്ന് പറയുന്നു. ഉത്തമൻ പറയുന്നത് അഭിനന്ദനം അറിയിക്കുന്ന മാധ്യമപ്രവർത്തനമാണ്. അതുമാത്രമല്ല ഈ തോമസ് എബ്രഹാം പറയുന്ന ന്യൂസ് ചാനലുകൾ ആക്റ്റീവായി നിന്നതുകൊണ്ട് മാത്രമാണ് കുട്ടിയെ ഇത്ര വേഗം കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഈ നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള മാധ്യമപ്രവർത്തനം പോലെയല്ല. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്നലെ തന്നെ ഒരു നിങ്ങൾ പുതിയ തലമുറയിൽ നിന്നുള്ള ഒരു വാർത്താ ചാനൽ തമിഴിലുണ്ട്. നിങ്ങൾക്കറിയാം, പോപ്പുലർ ചാനലാണ്. ആ ചാനലിലൂടെ നമ്മൾ ശരിക്കും ഈ തമിഴിൽ ആരെങ്കിലും തമിഴ്നാട്ടുകാർ കണ്ടാൽ ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി ഈ പടവും ഈ ഒരു വാർത്തയും നമ്മൾ അവരോട് ബന്ധപ്പെട്ടിട്ട് അവിടെ സംപ്രേഷണം ചെയ്തിരുന്നു പുതിയ തലമുറയിൽ. അപ്പോൾ പുതിയ തലമുറയിൽ വന്നു. അത് എന്ത് ഗുണമുണ്ടായെന്ന് എനിക്കറിയില്ല, പക്ഷേ വന്നു. പക്ഷേ എന്നാലും ആ വാർത്തയെ പിന്നീട് അവരും ഫോളോ ചെയ്തില്ല. കാരണം അതൊന്നും അത്ര വലിയൊരു പ്രാധാന്യമുള്ള വാർത്തകളായിട്ട് മറ്റ് സംസ്ഥാനത്ത് കാണുന്നില്ല. എന്നാൽ നമ്മുടെ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനുഷ്യകാരുണ്യപരമാണ് എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ 13 വയസ്സുകാരിയുടെ പ്രശ്നം. എന്തായാലും നമുക്ക് അതുപോലെ വി എ ഗിരീഷ് മറ്റൊരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് ഈ കുട്ടിയെ അമ്മ മർദ്ദിച്ചു, അതുകൊണ്ടാണ് ഈ കുട്ടി വീട് വിട്ടുപോയത്. എന്നാൽ അങ്ങനെയൊന്നും കുട്ടിയെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. കുട്ടിയുമായിട്ട് ഇന്നലെ വീഡിയോ കോളിൽ സംസാരിച്ചു എന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്.